നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാത്തവർക്ക് 10,000 വരെ പിഴ. നിങ്ങൾക്ക് ഇത് ബാധകമാണോ? എങ്ങനെ പരിശോധിക്കാം? എങ്ങനെ ഒഴിവാക്കാം? എന്നെല്ലാം നമ്മൾക്ക് ഈ വീഡിയോയിൽ പൂർണ്ണമായും നോക്കാം. സർക്കാർ 2025 മുതൽ പാനിന്റെ ബാധ്യത കർശനമാക്കിയിരിക്കുന്നു. ഔദ്യോഗികമായി പറഞ്ഞാൽ പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്യാത്തവർക്ക് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 27(2)(b) പ്രകാരം 10,000 വരെ പിഴ ചുമത്താം. നിയമപരമായ ഉത്തരവാണിത്. പാൻ ഒരു സാധാരണ ID കാർഡ് അല്ല. ഇത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും നിർബന്ധമായ ഒരു ധനകാര്യ ഐഡന്റിറ്റിയാണ്. 2025 സർക്കാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ്സ് പാൻസ് ഒഴിവാക്കുക, ടാക്സ് ഇവേഷൻ കുറയ്ക്കുക, ഓരോ പാനും ശരിയായ വ്യക്തിയുടെ ആധാർ ബാക്ക്ഡ് ഐഡന്റിറ്റിയോടെ കണക്ട് ചെയ്യുക എന്നതാണ്. ഈ നിയമത്തിന് പിന്നിൽ വലിയൊരു ഫിനാൻഷ്യൽ റീസണിംഗ് ഉണ്ട്. ഒരു ഫാക്ക് പാൻ ഉപയോഗിച്ച് കള്ള ഇടപാടുകൾ നടത്തുന്നത് തടയാനും ആർക്കെല്ലാം റിയൽ ടാക്സബിൾ ഇൻകം ഉണ്ടെന്ന് ഗവൺമെന്റിന് അക്യുറേറ്റ്ലി അറിയാനും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വഴി മണി ട്രാക്കിംഗ് എളുപ്പമാക്കാനും നികുതി വെട്ടിപ്പ് നാഷണൽ ലെവലിൽ കുറയ്ക്കാനും ഓരോ പാൻ ഉടമയുടെയും ഐഡന്റിറ്റി ശുദ്ധീകരിക്കാനും വേണ്ടിയാണ്. ഇനി ഒരു ഫേക്ക് പാൻ, ഡ്യൂപ്ലിക്കേറ്റ് പാൻ, മിസ്മാച്ച്ഡ് പാൻ ഒന്നും പ്രവർത്തിക്കുന്നതല്ല. എല്ലാ പാനുകളും വെരിഫൈഡ് ആധാർ ഹോൾഡർക്കായിരിക്കും സാധിക്കുക. പാൻ ഇനാക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? ITR ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനാകില്ല. TDS റീഫണ്ട് ലഭിക്കാതെ പോകും. ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ സ്റ്റക്ക് ആവും. ശമ്പള ക്രെഡിറ്റ് തടസ്സപ്പെടും. ഡിമാറ്റ് അക്കൗണ്ട്, മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് ട്രേഡിംഗ് നിൽക്കും. KYC പ്രോസസ്സുകൾ പാസ്സാകില്ല. പ്രോപ്പർട്ടി സെയിൽ, പർച്ചേസ് പേപ്പർ വർക്ക്, ലീഗൽ ഹോൾഡ്. ഇതൊരു ചെറിയ കാര്യമല്ല. നിങ്ങൾ മാസ ശമ്പളം എടുക്കുന്നത് പോലും തടസ്സപ്പെടാം. അതുകൊണ്ട് തന്നെ 2025 ഡിസംബർ മുതൽ ഈ നിയമം വളരെ സീരിയസ് ആയി കാണേണ്ടതാണ്. ഇത് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? ആദ്യമായി ഇൻകം ടാക്സ് ഫയലിംഗ് പോർട്ടലിൽ തുറക്കുക. പാൻ, ആധാർ നമ്പർ നൽകുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ OTP വെരിഫൈ ചെയ്യുക. സ്റ്റാറ്റസ് ലിങ്ക്ഡ് എന്ന് വരണം. പെൻഡിംഗ് എന്ന് കാണിച്ചാൽ അതും ലീഗൽ ഇഷ്യൂ ആണ്. ഇതിനായി അവസാന തീയതിയും പിഴയും എന്തെല്ലാമെന്ന് നോക്കാം. സർക്കാർ ഏതു മിനിറ്റും പാൻ ആധാർ ലിങ്കിങ്ങിന് ഒരു ഫൈനൽ ഡെഡ്ലൈൻ പ്രഖ്യാപിക്കാനാണ് സാധ്യത. അവസാന തീയതി നഷ്ടപ്പെട്ടാൽ 10,000 രൂപ പിഴ ഉറപ്പാണ്. പാൻ ഇനാക്റ്റീവ്, എല്ലാ ഫിനാൻഷ്യൽ സർവീസും തടസ്സപ്പെടും. എന്റെ പാൻ എപ്പോഴും ആക്റ്റീവ് ആണ് എന്ന് കരുതരുത്. എപ്പോഴും ചെക്ക് ചെയ്യണം. യുവാക്കളും വിരമിച്ചവരുമായ എല്ലാവർക്കും ഇത് ബാധകരമാണോ എന്ന് നോക്കാം. 18 വയസ്സിന് മുകളിലുള്ള എല്ലാ പാൻ ഉടമക്കാർക്കും ബാധകമാണ്. വരുമാനമില്ലാത്തവർക്ക് ബാധകമാണ്. സ്റ്റുഡൻസ്, ഹോം മേക്കേഴ്സ്, പെൻഷനേഴ്സ് എല്ലാവർക്കും ഇത് ബാധകമാണ്. പാൻ ആധാർ ലിങ്കിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പേപ്പർ ഫോർമാലിറ്റി അല്ല, നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിന്റെ പ്രധാന സുരക്ഷാ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവർക്ക് എത്തിക്കാനായി ചാനൽ ഷെയർ ചെയ്തു കൊടുക്കുക. താങ്ക് യു.